ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 8 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ പ്ലാനറ്റിലുള്ള ആൾക്കാർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം വെജീറ്റ ആൻഡ് ഗ്രനോള രണ്ടുപേരെയും കാണിക്കുന്നു. വെജീറ്റ പറയും, നിന്റെ കയ്യിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതൊന്നും എന്റെ അടുക്ക വർക്കാകാൻ പോകുന്നില്ല. ഗ്രനോള പറയും, എന്റെ കയ്യിൽ അത്രമാത്രം പവേഴ്സ് ഒന്നുമില്ല, എനിക്ക് നിന്നെ കൊല്ലുന്നതല്ല, ഫ്രീസയെ കൊല്ലാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. വെജീറ്റ, സത്യത്തിൽ ഫ്രീസയും എന്റെ ശത്രുവാണ്, ഞാൻ കുറെ നാള് ഫ്രീസയുടെ അടിമയായിട്ട് ജീവിച്ചിരുന്നുവെന്നും വെജീറ്റ പറയുന്നു. ഈ സമയം ഗ്രനോളയുടെ കണ്ണിലുള്ള ആ ഒരു ഓട്ട്മീൽ പറയും, ഗ്രനോള, നീ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നേരത്തെ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആ ഒരു സെയ്യനും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്, അതായത് ഗോകുവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രനോള പറയും, അവർ കള്ളം പറയുന്നതാണ്, നീ പറയുന്നത് പോലെ ഒന്നുമില്ല, അവരെന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറയുന്നു. ഇത് കേട്ട് വെജീറ്റ പറയും, നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, ബട്ട് ഞാനിവിടെ കണ്ടെടുത്തോളം സെയ്യൻസ് വന്നിരുന്നു എന്നത് ശരിയാണ്, പക്ഷെ അതിൽ ഞാനുമായി ഒരു സംബന്ധമില്ല എന്നും വെജീറ്റ പറയുന്നുണ്ട്. ഗ്രനോള, നീ സെയ്യനായത് കൊണ്ട് തന്നെ ഇതിന്റെ റിവെഞ്ച് ഞാൻ നിന്റെ അടുക്ക് എടുക്കുമെന്നും പറയുന്നു. വെജീറ്റ, ഇനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സൂപ്പർ സൈൻ ബ്ലൂ ഫോമിലേക്ക് മാറും. അതിനുശേഷം ലാൻഡിൽ കൈവച്ച് അവിടെ ഉണ്ടായ പാറക്കഷ്ണങ്ങൾ മുഴുവൻ പൊട്ടിത്തെറിപ്പിക്കും. ഇതൊക്കെ കണ്ട് ഗ്രനോള പറയും, നീ ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണോ? ഇതൊക്കെ എന്ത്? ശരിയായ ഡിസ്ട്രക്ഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെജീറ്റയുടെ പുറത്ത് വലിയൊരു റോക്ക് കൊണ്ടുവന്ന് അതൊരു ബേസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇതിനുശേഷം ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ ഫൈറ്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഗ്രനോളയ്ക്ക് തന്നെയാണ്. ഗോക്കു തന്നെ സൂപ്പർ സൈൻ ബ്ലൂ ഫോം അല്ലെങ്കിൽ സൂപ്പർ സൈൻ ഗോഡ് ഫോമിൽ തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് മിക്സ് ചെയ്താണ് ഗ്രനോളയുടെ കൂടെ കുറച്ച് സമയമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അപ്പോൾ വെറും സൂപ്പർ സൈൻ ബ്ലൂ ഫോമിലുള്ള വെജീറ്റയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ യൂണിവേഴ്സിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഗ്രനോളയാണ്, അതും മറന്നു പോകരുത്. അങ്ങനെ ഇവരുടെ ഫൈറ്റില് ഗ്രനോള ഓട്ട്മീലിനോട് പറഞ്ഞ് ആ ഒരു സ്നൈപ്പർ ആക്ടിവേറ്റ് ചെയ്ത് കറക്റ്റ് വെജീറ്റയുടെ അടുത്തെത്തിക്കുന്നു. പക്ഷെ അത് വെജീറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ സാധിക്കുന്നുണ്ടായിട്ടില്ല. അങ്ങനെ അത് വെജീറ്റയുടെ മുൻപിൽ നിന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്നു. ഗ്രനോള എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും വെജീറ്റ അത് പതിയെ എഴുന്നേറ്റ് വരുന്നു. ഇത് കണ്ട് ഗ്രനോള പറയും, ഈ ഒരു അടി കൊണ്ടിട്ടും നീ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അവനെ പോലെ നീയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അതുപോലെ ഈ യൂണിവേഴ്സിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാനെന്നും ഗ്രനോള പറയുന്നു. ഈ സമയം വെജീറ്റ പറയും, നീ എത്രയൊക്കെ സ്ട്രോങ്ങർ ആണെങ്കിലും അവസാനം ജയിക്കാൻ പോകുന്നത് ഞാനാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ അടികൊണ്ട ഗോക്കു പതിയെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ ഉടൻ തന്നെ എവിടെ അവൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും വെജീറ്റയും ഗ്രനോളയുടെയും ഫൈറ്റ് കാണുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ നിന്നും അറിയാതെ ഗ്രനോളയുടെ കയ്യിൽ നിന്നും ഒരു ബ്ലാസ്റ്റ് ഓൾറെഡി തകർന്നു കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വീഴുന്നു. ഇത് കണ്ട് വെജീറ്റ പറയും, നിന്റെ കൈ കൊണ്ട് തന്നെ നീ ഈ പ്ലാനറ്റ് നശിപ്പിക്കുമല്ലോ. ഇത് കേട്ട് ദേഷ്യം പിടിച്ച് ഗ്രനോള പറയും, നീ എന്റെ കൈ കൊണ്ടാടാ ചാകാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. ഈ സമയത്താണ് വെജീറ്റ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്രനോളയോട് ചോദിക്കുന്നത്. നിന്റെ ഈ ഒരു പവർ നീ കാലങ്ങളായി ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല, നിനക്ക് എങ്ങനെയോ ഒരു വരം പോലെ ലഭിച്ചതാണെന്നാണ് തോന്നുന്നതെന്ന് വെജീറ്റ പറയും. ഇത് കണ്ട് ഞെട്ടി ഗ്രനോള ചോദിക്കും, നീ ഇതെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ തന്നെ വെജീറ്റ, അപ്പോൾ അങ്ങനെ തന്നെയാണ്, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിന്, ബട്ട് ഇപ്പോൾ അത് ക്ലിയർ ആയെന്നും പറയുന്നു. കാരണം ഗ്രനോള ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗ്രനോളയ്ക്ക് പവേഴ്സ് ഉണ്ട്, ബട്ട് സ്കില്ലില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നും വെജീറ്റ മനസ്സിലാക്കിയിരുന്നു. ഈ സമയം ഗ്രനോള പറയും, എനിക്ക് നിങ്ങളെ പോലെ പവർഫുൾ ആവാൻ ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് വെജീറ്റയെ നല്ല രീതിയിൽ ഒരു കിക്ക് കൊടുക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് വെജീറ്റ പറയും, നീ ഇപ്പോൾ സ്ട്രോങ്ങർ ആണ് എന്ന് പറയുന്നതൊക്കെ വെറും കുറച്ച് സമയത്തേക്ക് മാത്രമാണ്, പെർമനന്റ് ആയി ആർക്കും സ്ട്രോങ്ങർ ആയി ഇരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി, അങ്ങനെ നോക്കുമ്പോൾ നിന്റെ ഈ ഒരു പ്ലേസ്റ്റിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള എന്ന പദവി നിനക്ക് ഇല്ലാതാകും, നീ എപ്പോഴും നമ്പർ 1 ആയി ഇരിക്കില്ല എന്നും വെജീറ്റ പറയും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗ്രനോള വെജീറ്റയുടെ വയറ്റിൽ ഫിംഗർ ഗണ്ണ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. അത് വെജീറ്റ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെങ്കിലും അത് ഡയറക്റ്റ് വയറ്റിന് തന്നെ കൊള്ളുന്നു. അങ്ങനെ ആ ഒരു അടിയിൽ വെജീറ്റ നല്ലതുപോലെ വീക്കായി മാറി ബ്ലഡ് ഒക്കെ വായിൽ നിന്നും തെറിക്കുന്നു. ഓക്കെ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കായിരിക്കും വെജീറ്റ പതിയെ ചിരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു സംഭവം നടന്ന് ഒരുപാട് കാലങ്ങളായി, ഇപ്പോൾ എനിക്ക് സംരക്ഷിക്കാൻ ഒരു പ്ലാനറ്റുമില്ല, എന്റെ വംശത്തിലുള്ള ഒരാൾ പോലും ഇപ്പോൾ ജീവിച്ചിട്ടുമില്ല, ഫൈറ്റ് ചെയ്യണം എന്നത് എന്റെ രക്തത്തിലുള്ളതാണ്, അതിനുവേണ്ടി എന്റെ രക്തം ഇപ്പോഴും തിളക്കുന്നുണ്ട് എന്നൊക്കെ വെജീറ്റ പറയുന്നു. ഇത് കേട്ട് ഗ്രനോള ഷോക്കായി പേടിച്ച് പുറകോട്ട് മാറി നിൽക്കും. ഗ്രനോള പറയും, ഈ ഒരു സമയത്ത് പോലും ഇവൻ ഇങ്ങനെ പറയുന്നു, ഇവൻ ശരിക്കും ആരാണ് എന്ന രീതിയിൽ നോക്കും. ഇതേ സമയം നമ്മുടെ വെജീറ്റ സ്ക്രീം ചെയ്യും. ഈ സമയത്ത് പർപ്പിൾ കളറിൽ തന്റെ ബോഡിയിൽ നിന്നും തീയൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു ഫ്ലെയിം കാട്ടുതീ പോലെ ഭയാനകമായി കാണിക്കുന്നു. ഇതേ സമയം ഇതൊക്കെ കാണുന്ന
കാണുന്ന നമ്മുടെ എലക്കിന്റെ കൂടെയുള്ള ആ ഒരു ഫൈറ്റ് തീർന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും ഇതിനൊരു അവസാനമില്ല എന്ന് പറയും. അങ്ങനെ ഇതേ സമയം ഗോക്കുവും വെജീറ്റയുടെ കീ എനർജി മാറിയ കാര്യം മനസ്സിലാക്കുന്നു. ഇത് ഗോഡ് കീ പോലെ ഉണ്ട് എന്ന് ഗോക്കു പറയുന്നുണ്ട്. ഇതേ സമയം ഗ്രനോള താഴെ വീണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും, ഒന്നും തന്നെ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഈ ഒരു ഫ്ലെയിം പതിയെ മറഞ്ഞ് വെജീറ്റയെ കാണിക്കുന്നു. പതിയെ വെജീറ്റയുടെ ആ ഒരു ഫേസും കാണിക്കുന്നു. ലുക്കും ഫേസും മുഴുവനായിട്ട് മാറി. ഗോക്കുവിന്റെ സൂപ്പർ സൈൻ 3 ഫേസ് പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നും തുടർന്ന് എന്താണ് ഇനി സംഭവിക്കുന്നതെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോസ് ഒക്കെ മിസ്സായി പോകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും അങ്ങ് ചെയ്തേക്ക്. അപ്പോൾ അടുത്തൊരു പാർട്ടുമായി പിന്നെ വരാം.